നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായും മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ? ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് അറിയാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ്: നൈറ്റ് ഓഫ് വാൺസ്, 3 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ദ ലവേഴ്സ് കാർഡ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വാൺസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് വാൺസ്, ഏസ് ഓഫ് സോർഡ്സ്, 5 ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള സിറ്റുവേഷനാണ് കേട്ടോ, ചിന്ത. അപ്പോൾ അവരുടെ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, അവർ മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ടെൻഷൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കത്തില്ല. നിങ്ങളെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളുടെ വ്യക്തി ഓരോ വേദനയിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ വ്യക്തി എപ്പോഴും ചിന്തിക്കുവാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി എപ്പോഴും. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനും ഒരു പെയിനും അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു നിരാശയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ജീവിതം അവർ തന്നെ കളഞ്ഞ ഒരവസ്ഥ, കംപ്ലീറ്റ്ലി തകർന്നിരിക്കുകയാണ്. കുറേ ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പൂർണ്ണമായും സെപ്പറേറ്റഡ് മാത്രമല്ല, ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ കുറച്ച് നാൾ അവർ നല്ല രീതിയിൽ പോയി. നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവരുടെ റുട്ടീനെല്ലാം കൃത്യമായിട്ട് പോയി. പക്ഷേ ഇപ്പം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്ര സുഖകരവും സന്തോഷകരവുമല്ല. ഇപ്പോഴാണ് നഷ്ടത്തിനെക്കുറിച്ചിട്ട് അവർക്കൊരു അറിവ് വരുന്നത്, അവർക്കൊരു ബോധം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു. അവരുടെ ജീവിതം തന്നെ അവരുടെ കൈവിട്ടു പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം ഉണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിക്ക് മറ്റ് പല കാര്യങ്ങളും, അതായത് അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന, അത് വ്യക്തികളാവാം, എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് സിറ്റുവേഷൻസും ആവാം, അതെല്ലാം വലിയൊരു ഭാരം ചുമക്കുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്നേഹമായിരുന്ന സമയത്ത്, റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി നിസ്സാരമായിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഉണ്ട്. ലൈക്ക് ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചൊരു യാത്ര പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പം നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു സംസാരിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പോകുന്നത് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു ശൂന്യത അറിഞ്ഞില്ല. അതായത് നിങ്ങളില്ല എന്നുള്ളൊരു ശൂന്യത അറിഞ്ഞിരുന്നില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് പോയി. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാം ഒരു ഭാരം ചുമക്കുന്നത് പോലാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വലിയ സ്വസ്ഥത, അതായത് എന്താ പറയണ്ട, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു വ്യക്തിക്ക് സ്വസ്ഥത നശിക്കുന്നു. എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ വലിയ അസുഖമായിട്ട് തോന്നുക. ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ ഒരു ദൂരം, ചെറിയ ദൂരമാണെങ്കിൽ തന്നെയും അതൊരു വലിയ ദൂരമായിട്ട് അനുഭവപ്പെടുക. എല്ലാവരോടും ദേഷ്യപ്പെടുക. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം മൈൻഡിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ആർക്കും ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഒരാൾ സംസാരിച്ച് തീരുന്നതിന് മുന്നേ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവമാണ്. അവർക്ക് മാനസികമായിട്ട് പോലും ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ വ്യക്തി ഒരു നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്രയും നാളും ജീവിച്ചത് വെറുതെ ആയി പോയല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ. അവരുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് അവർക്കൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ
കംപ്ലീറ്റ്ലി നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ അവർ പോസിറ്റീവായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ വ്യക്തി തന്നെ ആയിരുന്നു നിങ്ങളുടെ പാർട്ട്ണർ. നിങ്ങൾക്ക് ഏഞ്ചൽസ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. കാവൽ മാലാഖകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്തുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കണ്ടുമുട്ടിയത് തന്നെ ആ ഒരു മുജ്ജന്മ ബന്ധം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് നിങ്ങൾ സെപ്പറേറ്റഡായി. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ദേഷ്യം കാണിച്ചു, ചെയ്യാത്ത തെറ്റുകൾ നിങ്ങളുടെ മേലെ ആരോപിച്ചു. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് ഭയങ്കര വഴക്കുണ്ടായി, കമ്മ്യൂണിക്കേഷന് പ്രശ്നമുണ്ടായി. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞ പല കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് വ്യക്തമായിട്ടിരുന്ന് ചോദിക്കാനും സാധിച്ചിട്ടില്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും തുറന്നു പറയാനും സാധിച്ചിട്ടില്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ വലിയൊരു തെറ്റിദ്ധാരണ വന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിക്കും ആ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി ഒരുപാട് ഒരുപാട് രഹസ്യങ്ങളും നിഗൂഢതകളും ഉള്ളൊരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ ലൈഫ് കൊണ്ട് പ്ലേ ചെയ്ത് അവർ അവരിപ്പോൾ അതായത് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, അതായത് ഈ തേർഡ് പാർട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരുടെയെങ്കിലുമൊക്കെ ലൈഫിൽ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പുറത്ത് നിന്ന് കണ്ട് സന്തോഷിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയൊക്കെ, അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സെപ്പറേറ്റഡായി, നിങ്ങൾ സങ്കടം അനുഭവിച്ച് പെർമനൻ്റ്ലി നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസിലായി, ആ ഒരു ബന്ധം ഉപേക്ഷിച്ചപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ കംപ്ലീറ്റ്ലി നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്തത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ചതി ആണെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും സംസാരിക്കാനും തുറന്ന് ചോദിക്കാനും പല ഇൻഫർമേഷൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു അവസ്ഥയായത്. നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് നിങ്ങളെ ഇത്രമേൽ വെറുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് തേർഡ് പാർട്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ദ്രോഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ലൈഫിലുണ്ടായത്. ഇതൊക്കെ നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് മാനസികമായിട്ട് ഒരു ദേഷ്യമുണ്ട്, ഒരു വെറുപ്പുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വെറുപ്പിനെ നിങ്ങളിപ്പോൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്നേഹമുണ്ട് ആ ഒരു വ്യക്തിയുടെ അടുത്ത്. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രമേൽ അനുഭവിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ഇതുപോലുള്ളൊരു പാറ്റേൺ ഇനിയും ലൈഫിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുമോ? അതായത് നിങ്ങൾ സഹിക്കേണ്ടതപ്പുറത്ത് നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആകെ കൂടെ ചെയ്ത തെറ്റെന്താണ്? നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചു, മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്? അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ കിട്ടിയത് എന്താണെന്ന്. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങളെ ദ്രോഹിക്കേണ്ടിയിരുന്നില്ല എന്നവർക്ക് തോന്നുന്നുണ്ട്. ആ ഒരു കുറ്റബോധത്താൽ നീറുന്ന ഒരാളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് യൂണിവേഴ്സിന് പറയുന്നത്, അതായത് നിങ്ങളുടെ വ്യക്തിയാവട്ടെ മുമ്പോട്ട് നോക്കുമ്പം നിങ്ങളുടെ ജീവിതം നശിച്ചു. അതായത് ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പെർമനൻ്റ്ലി ക്ലോസ്ഡായി. പക്ഷേ ഇവിടെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് തരാനിരിക്കുന്ന ഒരു ബ്ലെസ്സിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾ കാണുന്നില്ല, അത് നിങ്ങളുടെ വ്യക്തിയും കാണുന്നില്ല.
നിങ്ങൾക്കാവട്ടെ നിങ്ങളുടെ വ്യക്തിക്കാവട്ടെ എല്ലാം തിരുത്താനും ക്ഷമിക്കാനുമുള്ള ഒരു അവസരം ഇനിയും യൂണിവേഴ്സ് തരുന്നതായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇവിടെ നിങ്ങളിലേക്ക് മടങ്ങിയെത്തി നിങ്ങൾക്ക് ഒരു റീയൂണിയൻ സംഭവിക്കും. സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിക്കാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയൊക്കെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും ഉപേക്ഷിക്കും. ആ ഒരു തേർഡ് പാർട്ടി ആരും ആവട്ടെ, നിങ്ങളുടെ ഇൻലോസ് ആവട്ടെ, റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവട്ടെ, ആ ഒരു ആളെ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചിട്ട് പിന്നെ ആ ഒരു തേർഡ് പാർട്ടി പറയുന്നതൊന്നും നിങ്ങളുടെ വ്യക്തി കേൾക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫും നിങ്ങളുടെ ലൈഫും ഈ ഒരു അവസ്ഥയിലായത്. നിങ്ങളുടെ വ്യക്തി അനാവശ്യമായിട്ടുള്ള ഭാരം ചുമക്കുന്നു. അതായത് തേർഡ് പാർട്ടി ഒരുപാട് വിഷം കുത്തിവെച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ. ആ വിഷം കുത്തിവെച്ചതൊക്കെ നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ഭാരം ചുമന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇല്ലാത്ത കുറേ കള്ളങ്ങൾ വിശ്വസിച്ച് അതിൽ നിന്നും വരുന്ന ആ ഒരു പെയിൻ ഭാരമായിട്ട് നിങ്ങളുടെ വ്യക്തി ചുമന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോഴും ചുമക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചുമക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങളെ സങ്കടപ്പെടുത്തിയല്ലോ എന്നുള്ള സങ്കടത്തിൻ്റെ ഭാരം. ആക്ച്വലി ഈ ഒരു ലൈഫ് അത് നിങ്ങൾക്ക് ഡിസേർവിങ് അല്ലായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളുടെ വ്യക്തിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്രമേൽ അവരെ സ്നേഹിച്ച് അവരെ കെയർ ചെയ്ത ഒരാളെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിലല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്തത് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നിങ്ങളുടെ വ്യക്തിക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പക്ഷേ അതിനൊന്നും ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല. അത് കുറച്ച് നാൾ ഇവിടെ വെയിറ്റിംഗ് പീരീഡ് കാണുന്നുണ്ട്. ഇങ്ങനെ അവർക്ക് അതായത് ടൈം എത്തിയതായിട്ട് ഇവിടെ കാണുന്നില്ല. അവർ ഇനിയും എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ട്. അത് ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ചെയ്ത് യൂണിവേഴ്സിനും കൂടെ അത് ബോധ്യപ്പെടുന്ന സമയത്ത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽക്ക് ഒരു റീയൂണിയൻ സംഭവിക്കുന്നതാണ്. വൺസ് റീയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, പിന്നെ നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ റീയൂണിയൻ സംഭവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. ആ ഒരു റീയൂണിയനിലേക്ക് എത്തുന്ന ടൈമിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും, ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും, ഒരുപാട് പല ആൾക്കാരുമായിട്ട് വഴക്കുകളുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ പല ഫെയിലിയർ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. കാരണം ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുന്നേ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളത് സക്സസ് ആയിട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ആ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കും ദൈവം, നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കും. നിങ്ങൾക്കെല്ലാം വിരൽത്തുമ്പിൽ കൊണ്ടുവച്ചിട്ട് അത് പിന്നെ പിടിച്ചു വാങ്ങിക്കും. അത് നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടോ വിഷമിക്കേണ്ടതോ ആയിട്ടോ ഇല്ല. യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നെ തരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രോസസ്സിനെ. ഇങ്ങനെ എത്രയൊക്കെ പ്രശ്നം വന്നാലും നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതാണ്. ഇവിടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര സുഖകരമായിട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ വ്യക്തി പല കാര്യങ്ങളും അറിഞ്ഞു, പല കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇപ്പോൾ ഒന്നും വിട്ട് പറയുന്നതായിട്ടും കാണുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് രഹസ്യങ്ങളുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളത്. തേർഡ് പാർട്ടിക്കും അത് മനസ്സിലാവുന്നുണ്ട് രഹസ്യമുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലുള്ള രഹസ്യങ്ങൾ, അതായത് തേർഡ് പാർട്ടിയെ മറച്ച് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയും ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ. മനസ്സിലായോ? അവർക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയണം. ഒരാളുടെ ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം. ഒരാളുടെ ജീവിതത്തിൽ ഒരു വൻ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനത്തെ ഒരു സ്വഭാവം ഈ തേർഡ് പാർട്ടിയുടെ. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾക്ക് ഉറക്കമില്ല, അവരുടെ ലൈഫിൽ കംപ്ലീറ്റ് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയുവാണെങ്കിൽ ഇങ്ങനെ അവരുടെ ലൈഫിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവരുടെ
ഇവർക്കൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയില്ലെങ്കിലും മറ്റേ ആർക്കും കിട്ടരുത്. അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയെ തേർഡ് പാർട്ടിയുടെ സ്വഭാവം ഇവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെ ലൈഫിൽ നിന്നൊന്ന് മാറ്റി നിർത്തുക. നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയ തേർഡ് പാർട്ടിയുടെ സ്വഭാവം എന്തായാലും അങ്ങനെയായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വരാവോ അത്രയും പെട്ടെന്ന് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് പെർമനൻ്റായിട്ട് ഒരു റീയൂണിയൻ, സന്തോഷവും സമാധാനകരമായിട്ടുള്ളൊരു ലൈഫ്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് സമാധാനം കിട്ടുന്നില്ല. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ സമാധാനം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? പക്ഷേ നിങ്ങൾ ഒഴിഞ്ഞു പോയപ്പം അവരുടെ പീസ് ഓഫ് മൈൻഡും ഒക്കെ പോയി. അതായത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം. നിങ്ങളുള്ളപ്പോൾ നിങ്ങളുടെ വില മനസ്സിലായില്ല. ഇല്ലാത്ത സമയത്ത് ആ ഒരു നിങ്ങളെക്കുറിച്ചിട്ട് ഓർത്തിട്ട് സങ്കടപ്പെടുന്നു, ദുഃഖിക്കുന്നു. നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് മറ്റാർക്കും അത് ഫില്ല് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു കുറവ് അത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ആര് വന്നാലും അത് നിങ്ങളോളം ആവില്ല എന്നുള്ള ഒരു സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള പ്രശ്നങ്ങൾ എന്തും ആവട്ടെ, അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, കരിയർ ബ്ലോക്കേജ്, മണി ബ്ലോക്കേജ്, ഇതിനെല്ലാം കൃത്യമായിട്ടും പരിഹാരം ചെയ്തു തരുന്നതാണ് കേട്ടോ. പരിഹാരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്സ്, ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, കരിയർ ബ്ലോക്കേജ് മാറാനുള്ള ബ്രേസ്ലെറ്റ്, ലൈഫിലേക്ക് മണിയുടെ അബണ്ടൻസ് വരാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്, ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്, ഇതൊക്കെയാണ് പരിഹാരമായിട്ട് നൽകുന്നത്. നിങ്ങളുടെ പേരും നക്ഷത്രവും ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. പിന്നെ ഓരോ ആൾക്കാരുടെ റീഡിംഗ് എടുത്തതിന് ശേഷമാണ് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ന് കൂടുതൽ പറഞ്ഞു കൊടുക്കുക. റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടും റീഡിംഗ് എടുക്കാനായിട്ടും പരിഹാരത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസ് ആയി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.